ഹായ്, ദിസ് ഇസ് ശ്രീജിൽ കല്ലിങ്ങൽ, പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടൻറ്റ് ഡെൽറ്റ കാസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈ റൈഡറാണ്, ടൊയോട്ടയുടെ ഹൈ റൈഡർ. ഹൈ റൈഡർ എല്ലാവരും ചോദിക്കുന്ന ഒത്തിരി എൻക്വയറി വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിലെങ്ങനെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്യാം, അതുപോലെ തന്നെ കുറച്ച് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആക്സറീസ് ചെയ്യണം, അതും ഒരു നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുണ്ടായിരുന്നു എൻക്വയറി ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നത് ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ചെയ്യണം, അതും ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ വേയോട് കൂടി ചെയ്യുന്ന ഒരു സ്ഥലത്ത് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മെഡിക്കൽ ഫീൽഡിലാണ്. അദ്ദേഹം ഒരുപാട് തിരക്കുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ അതിൽ വർക്കുകൾ ചെയ്തു കൊടുത്തു. നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതും നിങ്ങൾക്ക് അതെങ്ങനെ യൂസ്ഫുൾ ആവുമെന്നുള്ളതും. ആദ്യമായി ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹമാണ്, നിങ്ങൾക്കുള്ള ആഗ്രഹം തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് കിടിലനാക്കണം എന്നുള്ളത്. അത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയോട് കൂടി ചെയ്യണം, പ്രീമിയം ലുക്കായിരിക്കണം, എന്നാൽ നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആയിരിക്കണം. അത് പോരാഞ്ഞിട്ട് നമ്മുടെ ആ വണ്ടിയുടെ OEM ലുക്ക് പോകാതെ തന്നെ കാണണം. ഇതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത് തന്നെയായിരുന്നു ആ കസ്റ്റമറിൻ്റെ ആഗ്രഹം. അത് നമ്മൾ ചെയ്തു കൊടുത്തു. നല്ലൊരു ഇൻറ്റീരിയർ ലുക്കോട് കൂടിയിട്ടുള്ളൊരു പ്രീമിയം സീറ്റ് കവർ. സീറ്റ് കവേഴ്സ്, പ്രീമിയം സീറ്റ് കവേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയാലും യൂട്യൂബ് തുടങ്ങിയാലും ഫേസ്ബുക്ക് തുടങ്ങിയാലും ഒത്തിരി റീൽസ് വീഡിയോസ് നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യും സീറ്റ് കവർ? ഇതല്ല എല്ലാവരുടെയും സംശയം. നിങ്ങളുടെ ഡ്രൈവിങ്ങിൻ്റെ ടൈം അനുസരിച്ചും നിങ്ങളുടെ വണ്ടി ഉപയോഗിക്കുന്ന കാലാവധിക്ക് അനുസരിച്ചുള്ള സീറ്റ് കവേഴ്സ് ഇന്ന് മാർക്കറ്റിൽ ഒത്തിരി അവൈലബിൾ ആണ്. അത് 1 ഇയർ തൊട്ട് 8 വർഷം വരെ വാറണ്ടിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി വണ്ടി ഉപയോഗിക്കുന്ന ആളാണ്, ഇടയ്ക്ക് മാത്രമേ വണ്ടി ഉപയോഗിക്കുന്നുള്ളൂ, അതിനനുസരിച്ചുള്ള സീറ്റ് കവേഴ്സ് അവൈലബിൾ ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ, നമ്മൾ സ്ഥിരമായ സീറ്റ് കവർ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബാക്ക് ചൂടാവുക, വിയർക്കുക, അങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ കാലക്രമേണ നന്നായിട്ട് ബാക്ക് പെയിൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറയ്ക്കാനുള്ള സീറ്റ് കവേഴ്സും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതൊരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ ഏറ്റവും ട്രസ്റ്റ് ആയിട്ടുള്ള സ്ഥാപനം തന്നെ ചെയ്യുക. ഒരിക്കലും നിങ്ങളൊരു ലോസിലേക്കോ അല്ലെങ്കിൽ ഒരു ചീറ്റിങ്ങിലേക്കോ ആയി പോകരുത്. നിങ്ങളുടെ മണി ഒരിക്കലും ലോസ് ആവരുത്. അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. അവർ ചിലപ്പോൾ ഫുഡ് വേസ്റ്റൊക്കെ ഇട്ട് ആ സീറ്റ് കവറൊക്കെ കംപ്ലൈൻ്റ് ആക്കാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെറ്റീരിയലാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ ചൂട് കൂടി വരികയാണ്. നമ്മുടെ വണ്ടി കുറച്ച് നേരം പുറത്തിട്ട് കയറുന്ന സമയത്ത് വണ്ടിയിലൊരു ബാഡ് സ്മെല്ലിൻ്റെ രീതിയിലേക്ക് നമ്മുടെ സീറ്റ് കവറിൻ്റെ സ്മെല്ല് മാറുകയാണെങ്കിൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സീറ്റ് കവർ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ കംഫർട്ട് നൽകുന്ന ഒരു കിടിലൻ സീറ്റ് കവർ തന്നെ ആയിരിക്കും. അടുത്തതായിട്ട് വളരെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടൊരു സംഭവമാണ്. നമുക്ക് ഈ ചൂട് കൂടി വരുമ്പോൾ ചൂടിനെ ഒന്ന് കുറയ്ക്കണം എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ കസ്റ്റമറിൻ്റെ ഒരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു. അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അത് നമുക്ക് തന്നെ ഹെൽപ്ഫുള്ളാവും നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സൺ പ്രൊട്ടക്ഷൻ തന്നെ തുടങ്ങാം. സൺ പ്രൊട്ടക്ഷന് മെയിനായിട്ട് 2 യൂസേജാണ് വരുന്നത്. ഒന്ന് നമ്മുടെ വണ്ടിയുടെ ഓൾ ഓവർ ലുക്ക് കൂട്ടുക എന്നുള്ളത്. 2 നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ചൂട് കുറയ്ക്കുക എന്നുള്ളത്. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, സൺ പ്രൊട്ടക്ഷൻ ചെയ്യുമ്പോൾ അത് ഏതാണ് ബ്രാൻഡ് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിൻ്റെ വിസിബിലിറ്റി എത്ര കിട്ടണമോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഹീറ്റ് റിഡക്ഷൻ എത്ര കിട്ടണമോ ചെക്ക് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് RTO അപ്രൂവലുള്ള സാധനം മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം തിരഞ്ഞെടുക്കുക. ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗാർവെയറിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള ഗാർവെയറാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫിലിം തന്നെയാണ്. നിങ്ങളും ചൂസ് ചെയ്യുന്നത് പോലെ നല്ലൊരു ഫിലിം തന്നെ ചൂസ് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആൻറ്റി ഗ്ലെയർ ആണ്. എന്താണ് ആൻറ്റി ഗ്ലെയർ? ആൻറ്റി ഗ്ലെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം? ആൻറ്റി ഗ്ലെയർ ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് ഗ്ലാസ്സിലാണ് ചെയ്യുക. ഇതൊരിക്കലും നോർമൽ സൺ പ്രൊട്ടക്ഷൻ ഫിലിം അല്ല. ഇത് തെറ്റായിട്ട് കുറച്ച് പേര് അങ്ങനെ നോർമൽ സൺ പ്രൊട്ടക്ഷൻ ഫിലിം ചെയ്യാറുണ്ട്. അത് നോളജ് ഇല്ലാത്തതിൻ്റെ കുറവാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ഒരിക്കലും ഒരു മിസ്റ്റേക്കിൽ പോകരുത്. ആൻറ്റി ഗ്ലെയർ എന്ന് പറഞ്ഞാൽ പക്ക ആൻറ്റി ഗ്ലെയർ തന്നെ ചെയ്യണം. ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് വെളിച്ചടിക്കുന്നത് കുറയും. ഓപ്പോസിറ്റിന് ഡിമ്മും ബ്രൈറ്റും അടിച്ചു തരാണ്ട് വരുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ട് കുറയ്ക്കാറുണ്ട്, തലവേദന വരാറുണ്ട്. ഇതൊക്കെ കുറയ്ക്കാൻ ഇതൊരു അടിപൊളി സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് ഏറ്റവും കൂടുതൽ ചൂട് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെയാണ്. ഇത് കുറയ്ക്കാൻ കൂടിയാണ് നമ്മൾ ഫ്രണ്ട് ഗ്ലാസ്സിൽ ആൻറ്റി ഗ്ലെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു അത്യാവശ്യമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡാഷ്ബോർഡ്, അതുപോലെ ഇലക്ട്രോണിക് പാർട്സ്, സ്റ്റീരിയോസ്, അതുപോലെ ലെതർ സീറ്റ് കവേഴ്സ്, ഇതൊക്കെ ഒരു 6 മന്ത് 1 ഇയറിൻ്റെ ഉള്ളിൽ കേടായി പോകാറുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ കാരണം ഈ ഫ്രണ്ട് ഗ്ലാസ്സിലുള്ള ചൂടാണ്. ഇത് കുറയ്ക്കാൻ കൂടി നമ്മുടെ ആൻറ്റി ഗ്ലെയർ അടിപൊളി സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി പ്രൊഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വെഹിക്കിൾ ഏതും ആയിക്കോട്ടെ. അപ്പോൾ ദിസ് ഇസ് ശ്രീജിൽ കല്ലിങ്ങൽ, പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടൻറ്റ് ഡെൽറ്റ കാസ്.
പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, നിങ്ങൾ ഏത് സ്ഥലത്ത് ചെയ്യുകയാണെങ്കിലും അതൊരു എക്സ്പേർട്ടിൻ്റെ സ്ഥലത്ത് മാത്രം ചെയ്യുക. കാരണം ഇത് നമ്മുടെ വെഹിക്കിളാണ്, നമ്മുടെ മാത്രം വെഹിക്കിളാണ്. ദിസ് ശ്രീജിൽ കല്ലിങ്ങൽ, പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടൻറ്റ്, ഡെൽറ്റ കാർസ്. ബൈ.